നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. പയ്യോളി മനോജ് വധക്കേസിൽ ലോക്കൽ പോലീസിന്റെ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തണമെന്നും CBI അന്വേഷണത്തിന്റെ പേരിൽ കേസ് അട്ടിമറിക്കാനാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അടക്കം ശ്രമിക്കുന്നതെന്നും BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്. +2 ബാച്ചുകൾ അനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച SFI പ്രവർത്തകർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറെ ഉപരോധിച്ചു. എരഞ്ഞിപ്പാലം കാരപ്പറമ്പ് മേഖലകളിൽ ആഴ്ചകളായി കുടിവെള്ളം മുടങ്ങിയെന്നാരോപിച്ച CPIM എരഞ്ഞിപ്പാലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലാപ്പറമ്പിലെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. പയ്യോളി മനോജ് വധക്കേസിൽ ലോക്കൽ പോലീസിന്റെ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തണമെന്നും CBI അന്വേഷണത്തിന്റെ പേരിൽ കേസ് അട്ടിമറിക്കാനാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം ശ്രമിക്കുന്നതെന്നും BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്. പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും പ്രതിഭാഗം ചേർന്ന് വിചാരണ നടത്തപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യോളി മനോജ് കേസ് അട്ടിമറിക്കാൻ കോൺഗ്രസും മാർക്സിസ്റ്റും സംയുക്തമായി ശ്രമിക്കുകയാണെന്നും പ്രോസിക്യൂഷനും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും പ്രതിഭാഗം ചേർന്ന് സത്യത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ് ആരോപിച്ചു. ഈ കോൺഗ്രസ് മാർക്സിസ്റ്റ് അവിശുദ്ധ സഖ്യത്തിന്റെ ഗൂഢാലോചന ഭാഗമായിട്ടുണ്ടായത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. അതായത് പ്രോസിക്യൂഷനും കേസ് അന്വേഷണ സംഘവും പ്രതിഭാഗം ചേർന്നുകൊണ്ട് സത്യത്തെ തമസ്കരിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇത് നമ്മുടെ നിയമനീതിന്യായ വ്യവസ്ഥയുടെ മരണമണിയാണ്. നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായത്. പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം പ്രതിഭാഗം ചേരുക, ഇത് സത്യത്തെ തമസ്കരിക്കുക, പ്രതികളെ സംരക്ഷിക്കുക. ഇത് നമ്മുടെ അപൂർവവും അപകടകരമായിട്ടുള്ള സംഭവമാണിത്. അത് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത ഉടനെ തന്നെ ഈ ഗൂഢാലോചന ഫലമായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. കേസ് അന്വേഷണം ഒന്നും നടത്തിയില്ല. ഗൂഢാലോചനയെ കുറിച്ച് ആരെയും ചോദ്യം ചെയ്തില്ല. നേരെ ഇവരാദ്യം ചെയ്തത് വിചാരണ ആരംഭിക്കാൻ പോവുകയാണ് കേസ്. അപ്പൊ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിച്ച് ആ കുറ്റപത്രവും സമർപ്പിക്കുന്നതിന് പകരം ക്രൈംബ്രാഞ്ച് ആദ്യം വിചാരണ തടസ്സപ്പെടുത്താൻ ഹർജി നൽകി. കേസിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും ലോക്കൽ പോലീസ് അന്വേഷിച്ചു സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്താൻ BJP ആവശ്യപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ CBI അന്വേഷണമെന്ന വാദം ഈ കേസിൽപ്പെട്ട പ്രതികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പടച്ചുണ്ടാക്കിയ നിഗൂഢ ശ്രമത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസ കോഴ വിവാദം SFI പ്രവർത്തകർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറെ ഉപരോധിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കാനുള്ള ശ്രമത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. SFI ജില്ലാ സെക്രട്ടറി നികേഷ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. +2 ബാച്ചുകൾ അനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ചാണ് SFI പ്രവർത്തകർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറെ ഉപരോധിച്ചത്. SFI ജില്ലാ സെക്രട്ടറി MK നികേഷിന്റെ നേതൃത്വത്തിലുള്ള 6ഓളം പ്രവർത്തകരാണ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ NS സുമത്തെ ഉപരോധിച്ചത്. അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ശ്രമത്തെ പ്രവർത്തകർ പ്രതിരോധിച്ചു. SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ഏറെ പ്രയാസപ്പെട്ടാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത്. എരഞ്ഞിപ്പാലം കാരപ്പറമ്പ് മേഖലകളിൽ ആഴ്ചകളായി കുടിവെള്ളം മുടങ്ങുന്നുവെന്നാരോപിച്ച CPIM എരഞ്ഞിപ്പാലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലാപ്പറമ്പിലെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. CPIM നോർത്ത് ഏരിയ സെക്രട്ടറി TP നിർമ്മലൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞിപ്പാലം കാരപ്പറമ്പ് സിവിൽ സ്റ്റേഷൻ മേഖലകളിൽ ആഴ്ചകളായി കുടിവെള്ളം മുടങ്ങുന്നുവെന്നാരോപിച്ചാണ് CPIM എരഞ്ഞിപ്പാലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലാപ്പറമ്പിലെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. CPIM നോർത്ത് ഏരിയ സെക്രട്ടറി TV നിർമ്മലൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളം മുട്ടിയിട്ട് പല ന്യായവും പറഞ്ഞിരിക്കുക ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ. എന്താ അവരുടെ ഉദ്ദേശം? നമുക്കറിയാം, ഇവിടെ KSRTC പോലെ തന്നെ വിവിധങ്ങളായ വകുപ്പുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാം കുത്തൊഴിഞ്ഞ് ഒന്നിനും കൊള്ളാതെ അതെല്ലാം തന്നെ പലർക്കും വിൽക്കുന്നതിന് വേണ്ടി ആലോചിക്കുകയാണ്.
അതിന്റെ മറ്റൊരു പതിപ്പാണ് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ഈ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ, ഈ ഒരു ബോർഡിനെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുക എന്നൊരു ലക്ഷ്യത്തിന്റെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്താ പറയിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വേണ്ട. ആരെങ്കിലും സ്വകാര്യ മുതലാളിമാരാണെങ്കിൽ അവർ ഏറ്റെടുത്തോട്ടെ, പണം കൊടുത്താൽ മതിയല്ലോ, എന്നാലെങ്കിലും ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം കിട്ടുമല്ലോ എന്ന് ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ എന്താണ് മാർഗം? അതാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ, മന്ത്രിമാരുടെ ചൽപ്പടിക്ക് നിൽക്കുന്നവർ ഇപ്പം മാസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല മേഖലക്കകത്തും, ഇവിടെ മാത്രമല്ല, ഇതൊരു പ്ലാനിംഗ് പരിപാടിയാണ്. ലോക്കൽ കമ്മിറ്റി അംഗം പി ഉമ്മർ അധ്യക്ഷത വഹിച്ചു. TC ബിജുരാജ്, MT ബാലുപ്രകാശ്, MN പ്രവീൺ, സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്യസംസ്ഥാന പേപ്പർ ലോട്ടറികൾ നിരോധിക്കാനാവില്ലെന്ന സുപ്രീം കോടതി ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയാകുന്നു. സ്വന്തമായി ലോട്ടറി നടത്തുന്ന സംസ്ഥാനത്തിന് മറ്റു സംസ്ഥാനങ്ങളുടെ ലോട്ടറി വിൽപ്പന നിരോധിക്കാൻ അധികാരമില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ലോട്ടറി മേഖലയിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിന് കനത്ത തിരിച്ചടിയായാണ് സുപ്രീംകോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. അന്യസംസ്ഥാന പേപ്പർ ലോട്ടറികൾ സംസ്ഥാനത്തിന് നിരോധിക്കാനാവില്ലെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇതോടെ രോഗികളുടെയും നിർധന കുടുംബങ്ങളുടെയും സഹായാർത്ഥം സർക്കാർ പുറത്തിറക്കിയ കാരുണ്യ ലോട്ടറി അടക്കമുള്ളവ നഷ്ടത്തിലാകുമെന്ന ഉത്കണ്ഠയും ശക്തമാകുന്നു. സിക്കിം ലോട്ടറി വിതരണക്കാരായ സാന്റിയാഗോ മാർട്ടിന്റെ മെഗാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അനുകൂലമായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് 3-അംഗ ബെഞ്ചിന്റെ ഉത്തരവ്. സ്വന്തമായി ലോട്ടറി നടത്തുന്ന സംസ്ഥാനത്തിന് മറ്റു സംസ്ഥാനങ്ങളുടെ ലോട്ടറിയുടെ വിൽപ്പന നിരോധിക്കാൻ അധികാരമില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നതും. ടൗൺ ഹാളിൽ മുഹമ്മദ് റാഫി അനുസ്മരണ സംഗീതാർച്ചന നടന്നു. MESന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് സംഗീതാർച്ചന നടന്നത്. കോഴിക്കോട്ടെ സംഗീതാസ്വാദകർക്ക് ഒരു വിരുന്നു തന്നെയായിരുന്നു മുഹമ്മദ് റാഫി അനുസ്മരണ സംഗീതാർച്ചന. റഫിയുടെ 100 വ്യത്യസ്തങ്ങളായ ഗാനങ്ങൾ 100 ഗായകർ ആലപിച്ചു. MESന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ടൗൺഹാളിലെ തിങ്ങി നിറഞ്ഞ സദസ്സ് റഫിയോട് കോഴിക്കോടിനുള്ള സ്നേഹം വ്യക്തമാക്കുന്നതായിരുന്നു. കോഴിക്കോട് കടലിൽ കുളിക്കാനിറങ്ങിയ 2 പേരെ തിരയിൽപ്പെട്ട് കാണാതായി. മലപ്പുറം സ്വദേശികളായ സഹോദരങ്ങളെയാണ് കാണാതായത്. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. കടലിൽ കുളിക്കാനിറങ്ങിയ മലപ്പുറത്തു നിന്നെത്തിയവരാണ് ഒഴുക്കിൽപ്പെട്ടത്. മലപ്പുറം എടക്കര സ്വദേശികളായ സഹോദരങ്ങൾ ജിംഷാദ്, അർഷിദ് എന്നിവരെയാണ് കാണാതായത്. 3 പേർ ഒഴുക്കിൽപ്പെട്ടെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. വൈകിട്ടടിച്ച ശക്തമായ തിരമാലകളിൽപ്പെടുകയായിരുന്നു സംഘമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ശക്തമായ തിരമാലകൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. പോലീസും ഫയർഫോഴ്സും കോസ്റ്റ് ഗാർഡുമെല്ലാം തിരച്ചിലിന് നേതൃത്വം നൽകി. സൈക്കിൾ സവാരിയെക്കുറിച്ച് പഠിക്കുന്നതിന് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച ഓൾ കേരള ബൈസൈക്കിൾ പ്രൊമോഷൻ കൌൺസിൽ ചെയർമാൻ ഷവലിയാർ CE ചാക്കുണ്ണിയും സംഘങ്ങളും അനുഭവങ്ങൾ പങ്കുവച്ചു. ജില്ലാ ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി. സുരക്ഷിതമായ സൈക്കിൾ സവാരിയെക്കുറിച്ച് പഠിക്കുന്നതിന് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഓൾ കേരള ബൈസിക്കിൾ പ്രൊമോഷൻ കൌൺസിൽ ചെയർമാൻ ചാക്കുണ്ണിയും സംഘവുമാണ് അനുഭവങ്ങൾ പങ്കുവച്ചത്. സൈക്കിൾ സവാരി കേരളത്തിന് ഏറെ അനുയോജ്യവും അനിവാര്യവുമാണെന്നും ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന് ഇത് സഹായകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. നോർത്ത് സോൺ ട്രാഫിക് SP VK അക്ബർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. MK അയ്യപ്പൻ, PR നാഥൻ, പത്മനാഭൻ വേങ്ങേരി, NE ബാലകൃഷ്ണൻ മാരാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കായികപരമായിട്ട് സ്കൂൾ കുട്ടികളൊക്കെ ഇപ്പോൾ മോട്ടോർ സൈക്കിളിന്റെ മുകളിൽ പറന്നു പോകുന്നതിന് പകരം ഇതുപോലെ സൈക്കിളിന്റെ ഉപയോഗമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് റോഡിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് കൂടി അത് ഉപയുക്തമാവുന്നതാണ്. നമ്മൾ സ്കൂൾ കുട്ടികളെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പറയുന്നത് ഒബിസിറ്റി കൂടുതലാണ്. പല ഗണത്തിൽപ്പെടുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്നേഹത്തിന്റെ പര്യായം കൂടുന്നതിനനുസരിച്ച് ഭക്ഷണത്തിന്റെ ഇത് കൂടുന്നതോടൊപ്പം തന്നെ അതേപോലെ തന്നെ നമ്മുടെ അവർ ആവശ്യപ്പെടുന്നത് എന്തും വാങ്ങിക്കൊടുക്കുന്ന ഒരു സമീപന ശൈലിയിലേക്ക് വരുമ്പോൾ വെള്ളയിൽ റോഡ് ഇനി മുതൽ മുഹമ്മദ് റാഫി റോഡ് എന്ന പേരിൽ അറിയപ്പെടും. റോഡിന്റെ പുതിയ നാമകരണം മേയർ AK പ്രേമചന്ദ് നിർവഹിച്ചു.
കനോലി പാർക്ക് മുതൽ വെള്ളയിൽ ജംഗ്ഷൻ വരെയുള്ള റോഡ് ഇനി ഇന്ത്യൻ സംഗീത ചക്രവർത്തി മുഹമ്മദ് റഫിയുടെ പേരിൽ അറിയപ്പെടും. റോഡിന്റെ നാമകരണം മേയർ AK പ്രേമചന്ദ് നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. M മോഹനൻ, T സുജൻ, ജിൻ മോസസ്, തോട്ടത്തിൽ രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഖനനാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ക്വാറി ഉടമകളും തൊഴിലാളികളും സംയുക്തമായി നടത്തുന്ന സമരം നിർമ്മാണ മേഖലയെ സ്തംഭനാവസ്ഥയിലാക്കിയെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഖനനാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ക്വാറി ഉടമകളും തൊഴിലാളികളും സംയുക്തമായി നടത്തുന്ന സമരം കെട്ടിട നിർമ്മാണ മേഖലയെ സ്തംഭനാവസ്ഥയിലാക്കിയെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. സംസ്ഥാനത്ത് ഏറ്റവും അധികം പേർക്ക് തൊഴിൽ നൽകുന്ന കെട്ടിട നിർമ്മാണ മേഖലയെ സ്തംഭനാവസ്ഥയിലാക്കിയ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഏതൊരു പ്രയാസങ്ങൾ ഉണ്ടാകുന്നതും പെറ്റി കേസ് പിടിക്കാൻ പോലും പോലീസുകാരൊക്കെ ആശ്രയിക്കുന്ന ഈ രീതിയിലുള്ള ചെങ്കല് പോകുന്ന വണ്ടി, മെറ്റല് പോകുന്ന വണ്ടി, അവരൊക്കെ വലിയ ദുരിതത്തിലാണ്. ഇതുകൊണ്ടൊക്കെ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ഫൈൻ ഈടാക്കുന്നതൊക്കെ ഈ സാധാരണക്കാരായിട്ട് വീട് നിർമ്മിക്കുന്ന ആളുകളുടെ അടുത്ത് അതിന്റെ മെറ്റലിന്റെ വില വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നുകൊണ്ട് ഖനനത്തിലുള്ള അനുമതി ഇങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് കൂടുതൽ വില ഈടാക്കണം. ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത് അനുഭവിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വില കൂടി കഴിഞ്ഞാലോ ഒന്നും ഒരു പ്രയാസമില്ല. അത് നേരെ ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഒരു 2 രൂപ എന്തെങ്കിലും ആവശ്യത്തിന് വർദ്ധിപ്പിക്കാന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് അവർക്ക് എന്തെങ്കിലും പ്രയാസം വരികയാണെങ്കിൽ അത് നേരെ 4 രൂപയായിട്ട് ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള വീടുണ്ടാക്കുന്ന ആളുകളെ നേരെ വെക്കുന്ന ഒരു സാഹചര്യമാണ്. മടവൂർ CM വലിയുല്ലാഹി മഖാം ഷെരീഫിന് ഓഗസ്റ്റ് 1 തുടക്കമാകും. സ്വാഗത സംഘം ചെയർമാൻ CM കുഞ്ഞി മാഹിൻ മുസ്ലിയാർ കൊടിയുയർത്തും. മടവൂർ CM വലിയുല്ലാഹി മഖാം ഷെരീഫിന്റെ 24ാം ഉറൂസ് മുബാറക്കിനാണ് ഓഗസ്റ്റ് 1 തുടക്കമാവുക. സ്വാഗത സംഘം ചെയർമാൻ CM കുഞ്ഞിമാഹിൻ മുസ്ലിയാർ മുബാറക്കിന്റെ കൊടി ഉയർത്തും. ഓഗസ്റ്റ് 5 വരെയാണ് ഉറൂസ് മുബാറക് നടക്കുക. ദക്ഷിണേന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മടവൂർ CM മഖാം ഷെരീഫ്. ആ മഖാം ഷെരീഫിലെ 24ാമത്തെ ഉറൂസ് മുബാറക് ഈ ആഗസ്റ്റ് 1 മുതൽ 5 ദിവസങ്ങളിലായി നടക്കുകയാണ്. ഈ 5 ദിവസങ്ങളിൽ വിവിധ പുണ്യം നിറഞ്ഞ ഒരുപാട് പരിപാടികളാണ് ഈ ഉറൂസ് ദിനങ്ങളിൽ നടക്കുന്നത്. ഈ നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ ഈ 5 ദിവസങ്ങളിലായി ലക്ഷക്കണക്കിന് ആളുകൾ മടവൂരെന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട 2-3 പരിപാടികൾ, ഇതിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ പരിപാടി ദിക്ർ ദുആ സമ്മേളനം. ഈ ദിക്ർ ദുആ സമ്മേളനത്തിന് നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനസഞ്ചയം തന്നെ മടവൂരിലേക്ക് എത്തുകയാണ്. പരിപാടിയുടെ ഭാഗമായി മടവൂർ CM മെഗാ ഗേൾസ് ഓർഫനേജ് കെട്ടിടോദ്ഘാടനം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്നും അറിയിച്ചു. കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷൻ എലത്തൂരിൽ ആരംഭിക്കുന്ന നീര സംസ്കരണ കേന്ദ്രം ശിലാസ്ഥാപനം ഓഗസ്റ്റ് 1 എലത്തൂരിൽ നടക്കും. കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിദിനം 10,000 ലിറ്റർ നീര സംസ്കരിക്കുന്നതിനുള്ള ഫാക്ടറിയാണ് എലത്തൂരിൽ സ്ഥാപിക്കുന്നതെന്ന് ഭാരവാഹികൾ. കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷൻ എലത്തൂരിൽ ആരംഭിക്കുന്ന നീര സംസ്കരണ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനമാണ് ഓഗസ്റ്റ് 1 നടക്കുക. എലത്തൂരിൽ പ്രതിദിനം 10,000 ലിറ്റർ നീര സംസ്കരിക്കുന്നതിനുള്ള ഫാക്ടറിയാണ് സ്ഥാപിക്കുന്നത്. ഇതിൽ 6,000 ലിറ്റർ നീരയായും 2,000 ലിറ്റർ നാളികേര ഹണിയായും 2,000 ലിറ്റർ ബ്രൌൺ പഞ്ചസാരയായും വിപണിയിലെത്തിക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ 20 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. പുനരുജ്ജീവിപ്പിക്കപ്പെട്ട നാളികേര വികസന കോർപ്പറേഷന്റെ 1ാമത്തെ പ്രവർത്തന രൂപത്തിലാണ് നാളികേര സംസ്കരണ പ്ലാന്റ് എലത്തൂരിൽ ആരംഭിക്കുന്നത്. കോർപ്പറേഷന്റെ വിവിധ പദ്ധതികളായി ആറ്റിങ്ങൽ, മാളം, എറണാകുളം, എടപ്പള്ളി എന്നിവിടങ്ങളിലെ കോർപ്പറേഷൻ സ്വന്തമായ ഭൂമിയിൽ പദ്ധതികൾ വരുന്നുണ്ട്. ആറ്റിങ്ങലിൽ വെളിച്ചെണ്ണ ഓയിൽ മില്ലും വെർജിൻ കോക്കനട്ട് ഓയിൽ മില്ലും അടക്കമുള്ള പദ്ധതികളാണ് വരുന്നത്. എറണാകുളം എടപ്പള്ളിയിൽ അഗ്രി മാളും കോർപ്പറേഷൻ ആരംഭിക്കുന്നുണ്ട്. ഈ 1-ാം തീയതി കൂടാതെ കേര സമൃദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്തിയ ഇനം പുതിയ തെങ്ങിൻ തൈകൾ 1-ാം തീയതി സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട കോഴിക്കോട് MP ശ്രീ രാഘവേട്ടൻ നിർവഹിക്കുന്നതാണ്. പ്ലാന്റിന്റെ ശിലാസ്ഥാപനം
കൃഷിമന്ത്രി KP മോഹനൻ നിർവഹിക്കും. കേരള സമൃദ്ധി പ്രകാരം കോർപ്പറേഷൻ സബ്സിഡി നിരക്കിൽ കൃഷിക്കാർക്ക് വിതരണം ചെയ്യുന്ന തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം MK രാഘവൻ MP നിർവഹിക്കുമെന്നും കൂട്ടിച്ചേർത്തു. മൃഗസംരക്ഷണ വകുപ്പിന്റെ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ നിയന്ത്രണത്തിനായുള്ള 17ാമത് പ്രതിരോധ കുത്തിവയ്പ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കുന്നു. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് കുളമ്പ് രോഗ നിയന്ത്രണത്തിനായി 17ാമത് തവണ പ്രതിരോധ കുത്തിവയ്പ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കുന്നത്. ജില്ലയിലെ 1,10,000-ലധികം കന്നുകാലികൾക്കും 3,500ഓളം പന്നികൾക്കും അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ കുളമ്പ് രോഗത്തിനെതിരെ പ്രതിരോധ കുത്തിവയ്പ് നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മൃഗരോഗ നിയന്ത്രണ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ K. ജാൻസി അറിയിച്ചു. കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാമ്പത്തിക നഷ്ടവും അതുപോലെ മനോവേദനയും ഉണ്ടാക്കുന്ന ഒരു രോഗമാണിത്. ഇത് ആഫ്റ്റ വിഭാഗത്തിൽപ്പെട്ട വൈറസുകളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഒരു വൈറസ് ഉണ്ടാക്കുന്ന രോഗമായതുകൊണ്ട് തന്നെ ഇതിന് ചികിത്സ ഫലപ്രദമല്ല. അതുകൊണ്ട് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളുകയും അതോടൊപ്പം പ്രതിരോധ കുത്തിവയ്പ് എടുക്കുകയും ചെയ്യുക മാത്രമാണ് ഏക പോംവഴി. ഇതനുസരിച്ച് നമ്മുടെ ജില്ലയിലും മറ്റു ജില്ലകളും ഉൾപ്പെടെ കേരള സംസ്ഥാനത്തുടനീളം ഈ വാക്സിനേഷൻ പരിപാടി ഈ വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതി മുതലുള്ള 21 ദിവസം വർക്കിംഗ് ഡേയ്സ് മാത്രമായിട്ട് നടത്തുകയാണ്. ഇതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 60-ലധികം സ്ട്രെയിനുകളും 1000-ലധികം സബ് സ്ട്രെയിനുകളും ഉൾപ്പെടുന്ന ഈ വൈറസിന്റെ ഓരോ പ്രദേശത്തും കാണപ്പെടുന്ന വിഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള വാക്സിനുകളാണ് ഫീൽഡിൽ ഉപയോഗിക്കുന്നതെന്നും അവർ അറിയിച്ചു. മരം വ്യവസായികൾ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ വിശദീകരണ സമ്മേളനം ഓഗസ്റ്റ് 5-ന് കോഴിക്കോട് നടക്കുമെന്ന് കേരള സ്റ്റേറ്റ് ടിംബർ മെർച്ചന്റ് അസോസിയേഷൻ. സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്ലൈവുഡ് മരത്തിന് ന്യായമായ വില നിശ്ചയിക്കുക, ജില്ലാതലത്തിൽ ലോഡിംഗ് കൂലി ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 21 മുതൽ മരം വ്യവസായികൾ നടത്തിവരുന്ന സമരം 4 ജില്ലകളിൽ കൂടി വ്യാപിപ്പിക്കുമെന്ന് കേരള സ്റ്റേറ്റ് ടിംബർ മർച്ചന്റ് അസോസിയേഷൻ. അനിശ്ചിതകാല സമരത്തിന്റെ വിശദീകരണ സമ്മേളനം ഓഗസ്റ്റ് 5-ന് കോഴിക്കോട് നടക്കുമെന്നും മുഖ്യ രക്ഷാധികാരി കേരള ചീഫ് വിപ്പ് PC ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 21-ാം തീയതി മുതൽ കേരളത്തിലെ 10 ജില്ലകളിലെ അനിശ്ചിതകാല സമരം നടന്നുവരികയാണ്. അതിന്റെ ഭാഗമായി ഇന്നു മുതൽ 14 ജില്ലകളിലേക്കും സമരം വ്യാപിപ്പിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ടിംബർ മെർച്ചന്റ് അസോസിയേഷൻ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന നിവേദനത്തിന് പരിഹാരമുണ്ടാകാൻ വേണ്ടിയാണ് ഈ സമരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളെയും കോടിക്കണക്കിന് രൂപയുടെ മലയാവാര മേഖലയെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിലേക്ക് ഞങ്ങളെ വലിച്ചിഴച്ച കാരണം പ്ലൈവുഡിനും മരങ്ങളുടെ വില തോന്നിയ പോലെ കുറയ്ക്കുന്ന സാഹചര്യം. സുപ്രഭാതം ദിനപത്രത്തിന്റെ ഓൺലൈൻ എഡിഷൻ ഉദ്ഘാടനം ജൂലൈ 31-ന് നടക്കും. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. സുപ്രഭാതം ദിനപത്രത്തിന്റെ ഓൺലൈൻ എഡിഷൻ ഉദ്ഘാടനമാണ് ജൂലൈ 31-ന് ഫ്രാൻസിസ് റോഡ് സുപ്രഭാതം പ്രസിൽ നടക്കുക. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഓൺലൈൻ എഡിഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഓഗസ്റ്റ് 31-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സുപ്രഭാതം പത്രം മലയാളത്തിന് സമർപ്പിക്കുമെന്നും സെപ്റ്റംബർ 1 മുതൽ പത്രം വായനക്കാരുടെ കൈകളിൽ എത്തിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇക്ര പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന സുപ്രഭാതം ദിനപത്രം നാളെ അതിന്റെ ഓൺലൈൻ എഡിഷന്റെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹമാണ് ആ ചടങ്ങ് നിർവഹിക്കുന്നത്. ഇക്ര പബ്ലിക്കേഷന്റെ കീഴിലുള്ള ഈ പത്രത്തിന്റെ രക്ഷാധികാരി കൂടിയാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഓഗസ്റ്റ് 31-നാണ് പത്രം പ്രിന്റഡ് പത്രം പുറത്തു വരുന്നത്. ഏറ്റവും ആധുനികമായ ന്യൂസ് പേപ്പർ മാനേജ്മെന്റ് സിസ്റ്റമാണ് നടപ്പാക്കുന്നതെന്നും ന്യൂസ് റാപ്പ് എന്ന സംവിധാനം പൂർത്തിയായി കഴിഞ്ഞതായും അവർ കൂട്ടിച്ചേർത്തു. സംഘർഷ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ പോലീസുകാർ സ്വയം സുരക്ഷയ്ക്കായുള്ള സജ്ജീകരണങ്ങൾ കരുതണമെന്നാണ് ചട്ടം. എന്നാൽ ഇത് പലപ്പോഴും പാലിക്കപ്പെടാറില്ല. അടിയും പിടിയും ലാത്തിചാർജിലും കല്ലേറിലുമെല്ലാം കണക്കിന് അനുഭവിക്കുന്നവരാണ് നമ്മുടെ പോലീസുകാർ. എന്തു ചെയ്യാം, പണിയായി പോയില്ലേ എന്ന മറുപടിയായിരിക്കും പലപ്പോഴും ഇവരിൽ നിന്ന് ലഭിക്കുക.
സംഘർഷ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ സുരക്ഷയ്ക്കായുള്ള സജ്ജീകരണങ്ങൾ കരുതണമെന്നാണ് ചട്ടമെന്നിരിക്കെ പലപ്പോഴും ഇത് പാലിക്കപ്പെടാറില്ല. കല്ലേറുണ്ടായാൽ സുരക്ഷയ്ക്കായാണ് പ്രത്യേക ഹെൽമറ്റ് പോലീസിന് നൽകിയിരിക്കുന്നത്. എന്നാൽ ഹെൽമറ്റ് അനുവദിക്കാത്തതിനാലാകാം ഇരുചക്ര വാഹനം ഓടിക്കുമ്പോഴുള്ള ഹെൽമറ്റ് ധരിച്ച് ഇപ്പണി എടുക്കേണ്ടി വരുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് സുരക്ഷിതമല്ലതാനും. വിദ്യാർത്ഥി സമരങ്ങളാണ് പോലീസിന് പലപ്പോഴും വലിയ ഭീഷണിയായി തീരാറ്. കല്ല് എവിടെ നിന്നും വരാം. +2 അനുവദിച്ചതിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് SFI നടത്തിയ പ്രതിഷേധ പരിപാടിയിലെ കാഴ്ചയാണ് ഇത്. കാര്യം എന്തൊക്കെയായാലും ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസിന് ആവശ്യമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒരുക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. പയ്യോളി മനോജ് വധക്കേസിൽ ലോക്കൽ പോലീസിന്റെ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തണമെന്നും CBI അന്വേഷണത്തിന്റെ പേരിൽ കേസ് അട്ടിമറിക്കാനാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അടക്കം ശ്രമിക്കുന്നതെന്നും BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്. +2 ബാച്ചുകൾ അനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച SFI പ്രവർത്തകർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറെ ഉപരോധിച്ചു. എരഞ്ഞിപ്പാലം കാരപ്പറമ്പ് മേഖലകളിൽ ആഴ്ചകളായി കുടിവെള്ളം മുടങ്ങിയെന്നാരോപിച്ച CPIM എരഞ്ഞിപ്പാലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലാപ്പറമ്പിലെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.